ശ്രീ വേണു, ഇതെല്ലാം വെറും വഴികാട്ടലുകൾ മാത്രമാണ്. നമ്മുടെ രാജ്യം യഥാർത്ഥത്തിൽ പൂർണ്ണമായും ഒരു നവ ഫാസിസ്റ്റ് രാഷ്ട്രമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒക്ടോബർ വരാൻ പോകുന്ന ഒക്ടോബർ എന്ന് പറയുന്നത് RSS രൂപീകരിച്ചതിന്റെ 100ാം വർഷം. ആ 100ാം വർഷത്തിൽ RSSനുള്ള വലിയ സമ്മാനം, അതാണ് ആഗസ്റ്റ് 15 പ്രസംഗത്തിൽ കേട്ടത്. കഴിഞ്ഞ 3-4 വർഷമായിട്ട് നമ്മൾ വളരെ തീവ്രമായി രാജ്യത്ത് കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അതിലേക്കുള്ള വഴികൾ കൃത്യമായിട്ട് ഓരോന്നും RSS തീരുമാനിച്ചത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതിന് ചില ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു ഗവൺമെന്റ് ആണ്, ഞങ്ങൾക്ക് അധികാരമുണ്ട്, ഞങ്ങൾ ഇതൊക്കെ ജനാധിപത്യപരമായിട്ടാണ് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വഴികൾ, ഇതെല്ലാം ഫാഷിസത്തിലേക്കുള്ള നമ്മുടെ രാഷ്ട്രത്തെ പൂർണ്ണമായും ഒരു നവ ഫാസിസ്റ്റ് രാഷ്ട്രമാക്കി മാറ്റി തീർക്കാനുള്ള നടപടികൾ. കാരണം ഫാഷിസത്തിൽ പിന്നെ പ്രതിപക്ഷത്തിന് ഇടമില്ല. അത് ഞങ്ങൾ ബലാത്കാരമായിട്ട് നീക്കം ചെയ്തു എന്ന് വേണ്ട, ഇതാ ഞങ്ങൾ പാർലമെന്റിൽ നിയമം പാസ്സാക്കിയിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അതിനു വേണ്ടിയിട്ടുള്ള വഴികൾ ഈ ഒക്ടോബർ മാസം കൂടി വന്നാൽ എന്താണ് രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത് എന്ന് വേണു. ഇങ്ങനെ ഒരു ചർച്ച നടത്താൻ അതിനുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള അവകാശവും എല്ലാം ബാക്കിയുണ്ടാകുമോ എന്ന് പേടിപ്പെടുത്തുന്ന വിധത്തിൽ ഭയാനകമായ അന്തരീക്ഷം രാജ്യത്തെ പിടികൂടുകയാണ്. അത്രമേൽ അപകടകരമാണ് ഇത്. നമ്മൾ കരുതുന്നത് പോലെ അഴിമതി വിരുദ്ധ യുദ്ധമോ അല്ലെങ്കിൽ ജനാധിപത്യത്തെ ശുദ്ധീകരിക്കാനുള്ള ഏർപ്പാടോ ഒന്നുമല്ലല്ലോ. അതൊന്നും പറയാൻ മോഡിക്കും അമിത്ഷായ്ക്കും ഒരു തരത്തിലും അധികാരമോ അവകാശമോ ഇല്ലല്ലോ. അഴിമതിയുടെയും തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും എല്ലാം ഉസ്താദുമാരല്ലേ അവർ. ഇലക്ട്രൽ ബോണ്ട് നമ്മുടെ മുന്നിൽ കിടക്കുകയല്ലേ. ശരി, എങ്ങനെയാണ് രാജ്യത്തെ ഏറ്റവും പ്രമുഖമായ സ്ഥാപനങ്ങളിൽ നിന്ന് 10,000-കണക്കിന് കോടി രൂപ ഇവർ അടിച്ചെടുത്തത്? അതും നിയമം ഉണ്ടാക്കിയിട്ടല്ലേ. പക്ഷെ പിന്നീട് സുപ്രീം കോടതി ആ നിയമം തന്നെ റദ്ദാക്കി. പക്ഷെ ഇതൊക്കെ ഇനി വരുമ്പോഴേക്കും സുപ്രീം കോടതി ബാക്കി ഉണ്ടാവും. എന്തായിരിക്കും അതിന്റെ അവസ്ഥ? നമ്മൾ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് കേന്ദ്ര മന്ത്രിമാരുടെ കൂടെ സ്വകാര്യ വിമാനത്തിൽ സ്വകാര്യ പരിപാടിക്ക് പോവുക. എന്തൊക്കെ നടക്കും? ഈ ഗൊഗോയുടെ കാലത്തല്ലേ അയോധ്യ കേസിലെ വിധി വന്നത്. അത് ആ വിധി പ്രഖ്യാപിച്ചപ്പോഴല്ലേ അദ്ദേഹത്തിന് പാർലമെന്റിലെ സ്ഥാനം കിട്ടിയത്. മറ്റൊരു ജഡ്ജി ഗവർണറായി ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരാൾ ട്രിബ്യൂണലിന്റെ ചെയർമാനായി. അതിലെ എല്ലാവർക്കും, അതിലെ 5 പേർക്കും പിന്നെ സ്ഥാനമാനങ്ങൾ കിട്ടിയല്ലോ. കോടതിയിൽ ഇത് നിൽക്കുമോ നിൽക്കില്ലയോ എന്ന കാര്യവും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതാണ് VPP ചൂണ്ടിക്കാട്ടുന്ന നവഫാസിസ്റ്റ് ഇന്ത്യ. അവിടെ ഈ പറയുന്ന ഭരണഘടനാ സ്ഥാപനങ്ങൾ എത്രമാത്രം വിപതി ധൈര്യത്തോടെ നീതിയുടെ മാത്രം കണ്ണിലൂടെ ഈ വിഷയങ്ങളെയൊക്കെ നേരിടും, അതിൽ വിധി പ്രസ്താവിക്കുമെന്നതെല്ലാം ആശങ്ക ഉണ്ടാക്കുന്നതാണ്.